എല്ലാവർക്കും എൻ്റെ കൃഷ്ണാമൃതം ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് കഴിഞ്ഞ ദിവസം ഞാനൊരു ചോളം വെച്ചൊരു പുട്ടുണ്ടാക്കി കാണിച്ചു. ഇന്ന് നമുക്ക് ചോളം വെച്ചൊരു പച്ചച്ചോളം വെച്ചൊരു ഉപ്പുമാവാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതെന്ന് വെച്ചാൽ ഈ ചോളം കണ്ടില്ലേ, ഈ ചോളം ഒന്ന് പുഴുങ്ങിയെടുക്കണം. മറ്റേത് നമ്മൾ വേവിക്കാതായിരുന്നു നമ്മൾ പുട്ടുണ്ടാക്കി. പക്ഷേ ഇതൊന്ന് പുഴുങ്ങിയെടുക്കണം. പക്ഷേ ഇത് പ്രത്യേകത ഇത് ചതയ്ക്കണ്ട, ഇതിങ്ങനെ തന്നെ ഇട്ടിരുന്നാൽ മതി. അതിനുശേഷം നമുക്ക് വേണ്ടുന്ന ഉപ്പുമാവിന് വേണ്ടുന്ന കണക്ക് തന്നെ പച്ചമുളക്, ഇഞ്ചി, സവാള, കറിവേപ്പില, ബീൻസ് ചെറുതായി അരിഞ്ഞത്, ക്യാരറ്റ്, ഇത്തിരി മുന്തിരിങ്ങ, കുറച്ച് തേങ്ങ, പിന്നെ ഉപ്പുമാവിന് ആവശ്യമുള്ള ഒരു ഗ്ലാസ് റവയും കൂടെ വേണം. അത്രയും സാധനം മതി. ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ആദ്യമേ നമുക്ക് കടുക് വറുക്കാം. നമ്മളിപ്പോൾ ചട്ടിയിലേക്ക് എണ്ണയും ഒഴിച്ച് കുറച്ച് നെയ്യ് കണ്ടില്ലേ, ഒരു ശകലം നെയ്യ് ഒഴിച്ച് ഇത് രണ്ടും ഒഴിച്ചതിന് ശേഷം അത് എണ്ണ ചൂടായി വരുമ്പോൾ കടുകിട്ട് പൊട്ടിച്ച് സാധാരണ കണക്ക് നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന കണക്ക് തന്നെ കടുക് പൊട്ടിച്ച് ഇത്തിരി പരിപ്പ്, അത് മൂത്ത് വരുമ്പോൾ സവാള, ബീൻസ്, കറിവേപ്പില, ക്യാരറ്റ്, പച്ചമുളക്, ഇഞ്ചി, കുറച്ച് മുന്തിരിങ്ങ, നല്ലോണം വെക്കുക. അധികം അങ്ങ് വാടണ്ട കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പ്, തീർന്നു കേട്ടോ. ഇത്രയേ ഉള്ളൂ. എളുപ്പം നമുക്ക് ചോളം വെച്ചുള്ള ഉപ്പുമാവ് എളുപ്പം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം അതിനകത്ത് ഒരു കപ്പ് വെള്ളം ഒഴിക്കുക. ആദ്യമേ കടുക് പൊട്ടിക്കാൻ വെളിച്ചെണ്ണയും ഒരു സ്പൂൺ നെയ്യും ഒഴിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇഞ്ചി, പച്ചമുളക്, ബീൻസ്, നമ്മൾ ഉപ്പുമാവിന് വേണ്ടത് എന്തെല്ലാമാണോ അത് ഇത്രയും കൂടെ, പച്ചക്കറി ഇത്രയും ഇട്ട് നല്ലോണം തിളപ്പിക്കണം. ഇത് നല്ലോണം ഒന്ന് തിളക്കട്ടെ. വെള്ളം നല്ല വെട്ടി തിളച്ചിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് റവ ഇടാം. രണ്ട് ചോളം എടുക്കുകയാണെങ്കിൽ 2 ഗ്ലാസ് റവ, ഇത്രയേ ഉള്ളൂ. റവ എടുത്തിട്ട് 2 മിനിറ്റ് കഴിയുമ്പോൾ ഉടനെ നമ്മൾ ചോളം ഇടണം. നല്ല പോഷകസമൃദ്ധമായ ഉപ്പുമാവ് നമുക്ക് എളുപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാം. തേങ്ങ ഇട്ടിട്ടില്ല കേട്ടോ, തേങ്ങ ഇനി ഇടത്തേ ഉള്ളൂ. നമ്മൾ ചോളം വേവിച്ചതാണ് കേട്ടോ. ചോളം ഒന്ന് പുഴുങ്ങി എടുത്തിട്ടാണ് ഇത് ഉപ്പുമാവ് ഉണ്ടാക്കുന്നത്. സാധാരണ ഉപ്പുമാവ് ഉണ്ടാക്കിയതിന് ശേഷം ചോളവും പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് മുന്തിരിങ്ങ, അണ്ടിപ്പരിപ്പുണ്ടെങ്കിൽ പരിപ്പ് അതിടാം, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതൊരു 2 മിനിറ്റ് എല്ലാം ഉപ്പൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി മാത്രം 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചാൽ മതി. ഇപ്പം തന്നെ റെഡി ആയതൊന്ന് അടച്ചു വെച്ചിരുന്നിട്ട് അത് കഴിഞ്ഞിട്ട് തേങ്ങയിട്ട്
നമുക്ക് ചിക്കീഞ്ഞ് എടുത്താൽ മതി. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതൊരു ചെറിയ വീഡിയോ ആണ്. ചോളം ഉപ്പുമാവ്. ഇവിടെ ചോളം ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഇനി നമുക്ക് ഒരു സാധനവും കൂടെ ഇടണം. പിന്നെ ഇതിനകത്ത് ഏലക്ക ഇഷ്ടമുള്ളവർക്ക് ഏലക്ക ഇടാം. ഏലക്ക ഇട്ടാൽ വേറെ ഒരു വെറൈറ്റി മണവും കിട്ടും. ഇഷ്ടമുള്ളവർക്ക് ഇടാം. ഇനി ഇതിനകത്ത് തേങ്ങ ഇടണം. കണ്ടല്ലേ, നമ്മൾ ചോളം ഉപ്പുമാവ് റെഡി. ഓക്കെ, നല്ല പോഷകസമൃദ്ധമായ ചോളം ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് കാണണം, കണ്ട് ഇതേപോലെ ചെയ്യണം. നല്ല ടേസ്റ്റാണ്. ഓക്കെ, താങ്ക് യു. അടുത്തൊരു വീഡിയോസുമായിട്ട് അടുത്ത ദിവസം കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.